Hello students, welcome to HSC UG PG Maths Web. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമന്റ് ബോക്സിൽ ഒരു സ്റ്റുഡന്റ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞ ടോപ്പിക്കാണ് ഇന്റഗ്രൽസ്. അതായത് +2 മാത്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഡിഗ്രി മാത്സ് മെയിൻ എടുത്ത വിദ്യാർത്ഥികൾ, കോംപ്ലിമെന്ററി ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷൻ. അപ്പോൾ ഇന്റഗ്രേഷൻ ബേസിക് തൊട്ട് അറിയാത്ത കുട്ടികൾക്ക് യൂസ്ഫുൾ ആണ്. നമ്മൾ ബേസിക് തൊട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്സിനകത്തോട്ട് കടക്കാം. ഇന്റഗ്രേഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇന്റഗ്രേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഫറൻസിയേഷന്റെ ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണ്, ഡിഫറൻസിയേഷന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. ഇനി അത് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിയേ. നമ്മൾ +1 പഠിച്ച, അതായത് ഡെറിവേറ്റീവ് ഓഫ് sin x plus c, c മീൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ sin x plus c എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ cos x plus 0 that is cos x. ഇനി നമ്മൾ പറയുന്നത് ഇന്റഗ്രേഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഈ cos x ന്റെ ഇന്റഗ്രലിന്റെ സിമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ഇന്റഗ്രൽ cos x dx എന്ന് പറയുന്നത് sin x plus c ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഇന്റഗ്രേഷന്റെ പ്രോബ്ലംസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഞാൻ 3 എഴുതിയിട്ടുണ്ട്, ബാക്കി ഇനിയും ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് കാണാൻ പഠിച്ചോളാം. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്ന? അപ്പം ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. ഈ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പം ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. ക്ലിയർ ആയോ? ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ പ്ലസ് സി ആണ്. പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അതായത് പറഞ്ഞ റിസൾട്ട്സ് ക്ലിയർ ആയോ? അതായത് ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ പ്ലസ് സി ആണ്. ഇത്രയും പറഞ്ഞ മനസ്സിലായോ? അതായത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണ്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചത് കാര്യത്തിന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു. അതിനുശേഷം കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ പ്ലസ് സി ആണ്. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സും കൂടെ ഉണ്ട്. കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷമേ നമ്മൾ പ്രോബ്ലംസിലേക്ക് കടക്കത്തുള്ളൂ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം എഴുതി വെച്ചോണം, എഴുതി കാണാൻ പഠിച്ചോണം നിങ്ങൾ. അപ്പൊ അടുത്ത സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് ലോഗ് മോഡ് x പ്ലസ് സി ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ലോഗ് മോഡ് x പ്ലസ് സി ആണ്. അടുത്ത സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഇന്റഗ്രൽ കോസ് x. ഇന്റഗ്രൽ കോസ് x dx എന്ന് പറയുന്നത് sin x പ്ലസ് സി ആണ്. ഇന്റഗ്രൽ sin x dx എന്ന് പറയുന്നത് മൈനസ് കോസ് x പ്ലസ് സി ആണ്. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? അതിനുശേഷം അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ sec സ്ക്വയർ x dx എന്ന് പറയുന്നത് tan x ആണ്. tan x പ്ലസ് സി ആണ്. ഇന്റഗ്രൽ tan x എന്ന് പറയുന്നത് tan x dx എന്ന് പറയുന്നത് ലോഗ് മോഡ് sec x ആണ്. ലോഗ് മോഡ് sec x ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കുറച്ച് റിസൾട്ട് വേണം. ഇനിയുണ്ട് റിസൾട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന റിസൾട്ട് ഒന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ബാക്കി റിസൾട്ട് പറയാം. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് സി. അതുകൂടാതെ ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ പ്ലസ് സി ആണ്. ഇത്രയും മനസ്സിലായ? അതിനുശേഷം പറഞ്ഞ ഇന്റഗ്രൽ 1/x. ഇന്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് ലോഗ് മോഡ് x പ്ലസ് സി ആണ്.
അടുത്ത ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. മാറിപ്പോരുത്. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് സി ആണ്. ഇത്രയും റിസൾട്ട് ക്ലിയർ ആയോ? ഇത്രയും റിസൾട്ട് ക്ലിയർ ആയെങ്കിൽ നമുക്ക് ബാക്കി പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒന്നും മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഈ റിസൾട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ്, കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി ആണ്. അതിനുശേഷം അടുത്ത പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ സീക് എക്സ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇന്റഗ്രൽ സീക് എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ്. അടുത്ത ഇന്റഗ്രൽ നമ്മൾ ടാൻ എക്സ് പറഞ്ഞില്ലേ? ഓക്കെ, ടാൻ എക്സ് പറഞ്ഞു. അടുത്ത നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ കോട്ടെക്സ്. ലോഗ് മോഡ് കോട്ടെക്സിന്റെ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ക്ലിയർ ആവുന്നുണ്ടേ? അടുത്ത പറയാനുള്ള റിസൾട്ട് ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് പറഞ്ഞില്ലല്ലോ. കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോട്ടെക്സ് പ്ലസ് സി ആണ്. മൈനസ് കോട്ടെക്സ് പ്ലസ് സി ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇന്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ കോസ് എക്സ് dx എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് സി ആണ്. അതിനുശേഷം അടുത്ത പറഞ്ഞ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് സി ആണ്. അതിനുശേഷം പറഞ്ഞ ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക് എക്സ് ആണ്. പറയുന്നത് ക്ലിയർ ആണല്ലോ? ഇന്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ സീക് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോട്ടെക്സ് പ്ലസ് സി ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഇത് എഴുതിയെടുക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ഈ റിസൾട്ട് എല്ലാം ആവശ്യമാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പൊ റിസൾട്ട് എല്ലാം ഓർത്ത് വെച്ചോണം. എഴുതിയെടുക്കാൻ ഞാൻ സമയം തന്നിരുന്നു. ഈ റിസൾട്ട് എല്ലാം പഠിച്ചെങ്കിലേ കാര്യം നടക്കൂ. ഇനിയും 2-3-4 റിസൾട്ട് കൂടെ ഉണ്ട്. ആ റിസൾട്ട് നമുക്ക് വഴിയേ പഠിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആവുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, integral x cube minus x square plus x minus 1 divided by x minus 1 dx. Question clear ആണോ? അപ്പം ഇന്റഗ്രൽ അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അതോടെ എഴുതിയെടുക്കാം. ഇന്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 dx. ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മളപ്പോൾ ഇതിനെ ഒന്ന് ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഈ രണ്ട് ടേം നോക്കിയാൽ ആ രണ്ട് ടേമിൽ എന്ത് കോമൺ ആയിട്ട് എടുക്കാം? എക്സ് സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 എന്ന് കിട്ടി. മറ്റേ ടേം അതുപോലെ ഇട്ട് ഓക്കെ ആണോ?
ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ. ഓക്കെ, ഇതൊരു ടേം ആയിട്ട് കരുതിയാൽ നമുക്ക് എക്സ് മൈനസ് വണ്ണിനെ കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. അതായത് ഇന്റഗ്രൽ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ ഡി എക്സ്. ഓക്കെ ആണോ? ക്യാൻസൽ ആയി പോയി. ബാക്കി ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ, അതായത് ഇന്റഗ്രൽ ഓരോന്നിനും കൊടുക്കണം. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ഡി എക്സ്. സ്റ്റാൻഡേർഡ് റിസൾട്ടിനകത്ത് തന്നിട്ടുണ്ട് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ആണ്. പ്ലസ് ഒരു സി ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു അടുത്തൊരു ഇന്റഗ്രേഷൻ നടക്കുമ്പോൾ ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. അപ്പൊ രണ്ടിനും കൂടെ ചേർത്ത് ഒറ്റ ഫോഴ്സിന് വിടുന്നാൽ മതി. ഓക്കെ ആണോ? That is x raised to 2 plus 1 3 x cube divided by 3 plus x plus c. ഇതാണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇന്റഗ്രൽ x ക്യൂബ് മൈനസ് x സ്ക്വയർ പ്ലസ് x മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ x മൈനസ് 1 dx. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കോമൺ എടുക്കാതെ കോമൺ എടുത്തു. അതായത് ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് x സ്ക്വയറിനെ കോമൺ എടുത്തു. എക്സ് സ്ക്വയറിനെ കോമൺ എടുത്തു. അതിനുശേഷം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി രണ്ട് ടേമിൽ എക്സ് മൈനസ് വൺ ഉണ്ട്. എക്സ് മൈനസ് വണ്ണിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് വൺ ഉണ്ട്, താഴെ എക്സ് മൈനസ് വൺ കിടപ്പുണ്ട്. രണ്ടും ക്യാൻസൽ ആയി പോയി. ബാക്കി ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് സിംഗിൾ ഓരോന്നിനായിട്ടോട് കൊടുത്തു. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സിനെ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3 പ്ലസ് ഇന്റഗ്രൽ ഡി എക്സിന് എക്സ് എന്ന് എഴുതി. അതായത് ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അവയെ ചെയ്യുന്നുള്ളൂ. പ്ലസ് സി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. Integral x cube plus 3x plus 4 the whole divided by root x dx. ക്ലിയർ ആണോ? ഇത് ചെയ്യാൻ പോലെ ചെയ്യാം. നോക്കിക്കോണം. ആ ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് എഴുതി. ഇന്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 4 ഡിവൈഡ് ബൈ ആയ റൂട്ട് എക്സിനെ നമുക്ക് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാവേ. 1/2 dx പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ക്യൂബ്. ഈ എക്സ് റേസ് ടു 1/2 മേളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോന്നും കൊടുക്കാം. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2. ക്ലിയർ ആവുന്നുണ്ടാ? പ്ലസ് 3x ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2 പ്ലസ് 4x റേസ് ടു മൈനസ് 1/2. സോറി, ഒതുക്കി എഴുതി ചെറുതാക്കി എഴുതി അവിടെ തികയും. dx ഈക്വൽ ടു ഇന്റഗ്രൽ ഈ എക്സ് റേസ് ടു 1/2 മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2 പ്ലസ് 3x ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2 പ്ലസ് 4x raised to minus 1/2 whole into dx. ക്ലിയർ ആണേ? അവിടെ dx ഉണ്ട്, അവിടെ dx ഉണ്ട്, ശ്രദ്ധിച്ചോ. which is equal to integral a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n ആണ്. അതായത് x raised to 3 minus 1/2 ആണ് പ്ലസ് 3x into അവിടെ a raised to m into a raised to n. ഈ a raised to m ന്റെ സ്ഥാനത്ത് 1, അതായത് x raised to 1 minus 1/2 plus 4x raised to minus 1/2. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? സിമ്പിൾ സ്റ്റെപ്പ് ആണ്, എല്ലാ സ്റ്റെപ്പും എഴുതുന്നുണ്ട്. ഇന്റഗ്രൽ x raised to 3 minus 1/2 means 5/2. അതായത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. 6 minus 1 5 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 1/2 1 മൈനസ് 1/2 അതായത് 1 മൈനസ് അര പ്ലസ് 4x റേസ് ടു മൈനസ് 1/2 dx.
which is equal to integral x raised to 5/2 dx. അതായത് ഇന്റഗ്രൽ ഓരോന്നിനെ സെപ്പറേറ്റ് കൊടുക്കുക. കോൺസ്റ്റന്റിനെ വെളിയിൽ എടുത്തതിന് ശേഷം x raised to 1/2 dx plus 4 into integral x raised to minus 1/2 dx, which is equal to integral x raised to 5/2, which is equal to x raised to 5/2 plus 1 divided by 5/2 plus 1 plus 3 into x raised to 1/2 and 1/2 plus 1 divided by 1/2 plus 1 plus 4 into x raised to minus 1/2 plus 1 divided by minus 1/2 plus 1. Integrate മൂന്നിനെയും ചെയ്തതാണ് ഒരു കോൺസ്റ്റന്റിനെ അവിടെ കൊടുത്തേക്കണം, which is equal to x raised to 5/2 plus 1, that is x raised to 7/2 divided by 7/2. ക്ലിയർ ആവുന്നുണ്ടോ? ഈ 7/2 നമുക്ക് എങ്ങനെ എഴുതാം? തിരിച്ച് എഴുതുമ്പോൾ 2 divided by 7 എന്ന് എഴുതാം. 2 divided by 7 ഓക്കെ അല്ലേ? 2 divided by 7, അതായത് 2x raised to 7/2 divided by 7 plus 3 into x raised to 1/2 plus 1. x raised to 1/2 plus 1 എന്ന് പറഞ്ഞാൽ 3/2. 3/2 divided by 3/2. ഈ 3യും 3യും വെട്ടിപ്പോകും, ബാക്കി ആ 2 മേളിൽ വരും. അതടുത്ത് അറേഞ്ച് ചെയ്തേക്കാം, which is equal to 4 into x raised to minus 1/2 plus 1 എന്ന് പറയുന്നത് 1/2 divided by 1/2 plus c. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്തേക്കാം. അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതാം, which is equal to 2/7 x raised to 7/2 plus 2x raised to 3/2 plus 8x raised to 1/2 plus c. ക്ലിയർ ആവുന്നുണ്ടേ? ഇതാണ് ഇതിന്റെ ആൻസർ. അതായത് 2x raised to 7/2 divided by 7 plus 2x raised to 3/2 plus 8x raised to 1/2 plus c. ഇതാണ് നമുക്ക് ആ ഇന്റഗ്രേഷൻ, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ചെയ്യുന്ന മെത്തേഡെല്ലാം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഓരോന്നിനെയും സോൾവ് ചെയ്ത് കൊണ്ടുവന്ന് ഇന്റഗ്രേറ്റ് എല്ലാത്തിനും കൊടുത്ത് ചെയ്തു. ഇതാണ് ആൻസർ. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം പഠിച്ചിരിക്കണം. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം കാണാൻ പഠിച്ചിരിക്കണം. ക്ലിയർ ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ root x into 3x square plus 2x plus 3 into dx. സിമ്പിൾ ക്വസ്റ്റ്യൻ. ചെയ്ത അതേ രീതി തന്നെ. അതായത് നമ്മൾ എഴുതുകയാണ് ഇന്റഗ്രൽ റൂട്ട് എക്സ് ആണ് അങ്ങനെ എഴുതാം, x raised to 1/2, ബാക്കിയുള്ള എങ്ങനെ 3x square plus 2x plus 3 into dx. ക്ലിയർ ആണോ? ഇത്രയും അതിനാ സോറി, which is equal to integral x raised to 1/2 അകത്തോട്ട് കൊടുത്തു കഴിയുമ്പോൾ 3x square into x raised to 1/2 plus 2x into x raised to 1/2 plus 3x raised to 1/2 dx. ക്ലിയർ ആയേ? dx ഉണ്ട് അവിടെ, which is equal to integral 3 a raised to m into a raised to n, 3x raised to 2 plus 1/2 plus 2x raised to 1 plus 1/2. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ നമ്മളിങ്ങനെ സിമ്പിൾ സ്റ്റെപ്സ് ഒന്നും എഴുതില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ. 3x raised to 1/2 അവിടെ ഒരു dx ഉണ്ടെന്ന് പറഞ്ഞാൽ dx ഇവിടോട്ട് എഴുതി. ഓക്കെ, which is equal to integral 3x raised to 2 plus 1/2 which is equal to 5/2. അതായത് 2 into 2 4, 4 plus 1 5, 5/2 plus 2x raised to 3/2 plus 3x raised to 1/2 dx. ക്ലിയർ ആവുന്നുണ്ട്? which is equal to integral ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ആ 3 കോൺസ്റ്റന്റ് ആണ് വെളിയിൽ എടുത്ത് ബാക്കി x raised to 5/2 dx plus 2 into integral x raised to 3/2 dx plus 3 into integral x raised to 1/2 dx, which is equal to
3 into x raised to 5 by 2 plus 1, അതായത് 7 by 2 divided by 7 by 2 plus 2 into x raised to 5 by 2 divided by 5 by 2 plus 3 into x raised to 3 by 2 plus 3 by 2. ഇതൊക്കെ എങ്ങനെയാ വന്നത്? ഞാൻ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യനിലും പറഞ്ഞാൽ x raised to 5 by 2 ന x raised to 5 by 2 plus 1 divided by 5 by 2 plus 1, അതായത് x raised to 7 by 2 divided by 7 by 2 എന്ന് എഴുതി. x raised to 3 by 2 ന x raised to 3 by 2 നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x raised to 3 by 2 plus 1 divided by 3 by 2 plus 1, അതായത് x raised to 5 by 2 divided by 5 by 2 എന്നാക്കി. അതേപോലെ തന്നെ x raised to 1 by 2 നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x raised to 1 by 2 plus 1 divided by x raised to 1 by 2 plus 1 divided by 1 by 2 plus 1, അതായത് x raised to 3 by 2 divided by 3 by 2. അതായത് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. ക്ലിയർ ആയോ? which is equal to ഇത് മേലോട്ട് ചെന്ന് കഴിയുമ്പോൾ 6 by 7 x raised to 7 by 2 plus 4 by 5 x raised to 5 by 2 plus 5 by 2 plus 6 by 3. 6 by 3 കണ്ട ഇത് ഇതുകൂടെ വെട്ടിക്കളാം. ബാക്കി 2x raised to 3 by 2. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? 2x raised to 3 by 2. ഇതായിരിക്കും ആൻസർ. നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ചെയ്തു വന്ന ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ √x into 3x square plus 2x plus 3 dx ആണ്. അതിനെ സോൾവ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6 by 7 into x raised to 7 by 2 plus 4 by 5 into x raised to 5 by 2 plus 2x raised to 3 by 2 plus ഒരു നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, അതായത് ഇന്റഗ്രേറ്റ് ചെയ്തതിന് എന്ത് കൊടുക്കണം? ഒരു സിയും കൂടെ കൊടുക്കണം. ക്ലിയർ ആയോ? ഇപ്പൊ ചെയ്തു വന്ന വഴി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇന്റഗ്രൽ √x into 3x square plus 2x plus 3 dx എന്ന് പറയുന്നതിനാ നമ്മൾ ആദ്യമേ ആ √x നെ ചേഞ്ച് ചെയ്ത് x raised to 1 by 2 ആക്കി. ബാക്കി മറ്റേ അതേപോലെ എഴുതി. പിന്നെ ആ x raised to 1 by 2 നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n ആണ്. ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതി എല്ലാത്തിനെയും. പിന്നെ അതിനുശേഷം ഇന്റഗ്രൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. കോൺസ്റ്റന്റിനെ എല്ലാം പുറത്തെടുത്തു. അതിനുശേഷം ഇന്റഗ്രൽ x raised to n ന്റെ ഫോമിൽ കിടക്കുകയാണ്. അപ്പോൾ x raised to n plus 1 divided by n plus 1 ആണ്. അങ്ങനെ ചെയ്തതാണ് ഇതാണ് ലാസ്റ്റ് കിട്ടിയ ഫൈനൽ ആൻസർ. 6 by 7 x raised to 7 by 2 plus 4 by 5 x raised to 5 by 2 plus 2x raised to 3 by 2 plus c. ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നാം, പക്ഷെ എളുപ്പമാണ്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിക്കാരുടെ ആയാലും പ്ലസ് ടുക്കാരുടെ ആയാലും ടോപ്പിക്സ് ഇനി അങ്ങോട്ട് പോകുന്നതെല്ലാം ഏകദേശം രണ്ടുപേരുടെ സെയിം ആണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം മനസ്സിലായിരിക്കണം. ക്ലിയർ ആവുന്നുണ്ട് പറയുന്ന? അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. Next question, integral 2x square minus sin x minus 3 sin x ആണ് plus 5 root x dx. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? which is equal to നോക്കിക്കേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് തരാം. which is equal to integral 2x square minus 3 sin x plus 5 root x ൽ വരെ എന്ത് എഴുതാം? x raised to 1 by 2 എന്ന് എഴുതാം. വിച്ച് ക്ലിയർ ആണ്? അത്രയും പറഞ്ഞ. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഇന്റഗ്രൽ ആ 2 നെ വെളിയിലെടുത്തിട്ട് കോൺസ്റ്റന്റ് ആണ് 2 നെ വെളിയിലെടുത്ത് ബാക്കി ഇന്റഗ്രൽ x square dx minus 3 into ഇന്റഗ്രൽ sin x dx plus 5 into integral x raised to 1 by 2 dx. Simplifies 2 into x cube by 3 plus minus ആണ് minus 3 into sin x ന്റേത് cos x ആണ്. എന്ത് cos x? minus cos x. ക്ലിയർ ആണോ? minus cos x plus 5 into x raised to 1 by 2 ന്റെ 1 by 2 plus 1 divided by 1 by 2 plus 1, that is 3 by 2 divided by 3 by 2 plus constant of integration c. Simplifies 2x cube divided by 3
പ്ലസ് 3 ആ മൈനസ് മൈനസ് ചേർന്ന് പ്ലസ് ആവും 3 cos x പ്ലസ് ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ 10/3 x raised to 3/2 പ്ലസ് c ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയിപ്പോ സിമ്പിൾ ആയി വരുന്നുണ്ടോ 2/3 x cube പ്ലസ് 3 cos x പ്ലസ് 10/3 x raised to 3/2 പ്ലസ് c. ക്ലിയർ ആണോ? അതായത് ഇന്റഗ്രൽ 2x² മൈനസ് 3 sin x പ്ലസ് 5 റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിന് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ അതായത് റൂട്ട് എക്സ് നമ്മൾ x raised to 1/2 എന്നായിരിക്കണം. അതിനുശേഷം ഇന്റഗ്രേഷൻ അകത്തോട്ട് അപ്ലൈ ചെയ്ത് ഓരോന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 2/3 x cube പ്ലസ് 3 cos x പ്ലസ് 10/3 x raised to 3/2 പ്ലസ് c. ക്ലിയർ ആയോ? ഇനി തോന്നുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇത്രയും മനസ്സിലായോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 2 മൈനസ് 3 sin x ഡിവൈഡഡ് ബൈ cos square x dx. ക്ലിയർ ആണോ? which implies integral 2 minus 3 sin x divided by cos square x. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് എഴുതി. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഇന്റഗ്രൽ 2 minus 3 sin x divided by cos square x dx. ഇതുവരെ ചെയ്യാത്തൊരു പുതിയ മോഡലാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതായത് ആ cos square x എന്തിനുണ്ട്? 2 കൊടുക്കാം, 3 sin x കൊടുക്കാം. which is equal to 2 by cos square x minus 3 sin x divided by cos square x. ആ dx ഇതേപോലെ എഴുതി. which is equal to integral 2 cos square 1 by cos square x എന്ന് പറയുന്നത് sec square x ആണ്. 2 sec square x minus 3 sin x divided by cos x എന്ന് എഴുതാം. ബാക്കി ഒരു cos x നമുക്ക് എങ്ങനെ എഴുതാം? into 1 by cos x എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? dx. ക്ലിയർ ആണോ? ഇത്രയും which is equal to 2 sec square x minus 3 sin x divided by cos x tan x 1 by cos x sec x dx. ക്ലിയർ ആയോ? ഇനി ഇന്റഗ്രൽ ഓരോന്നിനെ സെപ്പറേറ്റ് കൊടുക്കാം. 2 കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഇന്റഗ്രൽ sec square x dx മൈനസ് 3 വെളിയിൽ എടുത്താൽ ബാക്കിയുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്ത് sec x tan x. ക്ലിയർ ആണോ? which is equal to 2 sec square x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് tan x ആണ് മൈനസ് sec x tan x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് sec x ആണ് പ്ലസ് c. അതായത് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 2 tan x minus 3 sec x plus c ആണ്. ഇന്റഗ്രൽ 2 minus 3 sin x divided by cos square x dx. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു വെറൈറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനെന്ത് ചെയ്ത് നമ്മൾ cos square x നെ രണ്ട് ടേമിനും കൊടുത്തു. അതായത് ഇന്റഗ്രൽ 2 by cos square x minus 3 sin x divided by cos square x dx which is equal to integral 2 sec square x 1 by cos square x എന്ന് പറയുന്നത് sec square x ആണ് minus 3 sin x divided by cos x into 1 by cos x. അതായത് ഈ cos square x നെ cos x into 1 by cos x അതായത് 1 by cos x into 1 by cos x ആ രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ സിമ്പിൾ ആണ്. അതായത് 3 sin x divided by cos x into ബാക്കിയുള്ള ഒരു 1 by cos x നെ ഇവിടോട്ട് മാറ്റി എഴുതി. which is equal to 2 sec square x minus 3 tan x into 1 by cos x എന്ന് പറയുന്നത് sec x ആണ്. ഇതിനെ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തു. റിസൾട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഇന്റഗ്രേഷൻ ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പാർട്ട് 1 പറഞ്ഞു കഴിഞ്ഞു. ഇനി പാർട്ട് 2 ആയിട്ടൊരു വീഡിയോ ആയി നമുക്ക് കാണാം. പാർട്ട് 2 നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അതായത് +1 +2 വിദ്യാർത്ഥികളിലേക്കും കൂടി ചാനലിനെ ഷെയർ ചെയ്യുക. താങ്ക് യു.